ଦଉଛୁ। പ്രൈസ് ദി ലോർഡ്. കടന്നു വന്ന എല്ലാ ദൈവഭക്തന്മാരെയും ഓർത്ത് കർത്താവിനെ സ്തുതിക്കുന്നു. ദൈവം എല്ലാവരെയും സഹായിക്കുമാറാകട്ടെ. ପ୍ରସାଦ ସଙ୍ଗେ ଉପସ୍ଥିତ ସମସ୍ତ ପ୍ରଭୁଙ୍କର ଦାସମାନଙ୍କୁ ମଧ୍ୟ ନମସ୍କାର ଜଣାଉଛି। ഇപ്രകാരം ഈ ദേശത്ത് നിങ്ങളോടൊപ്പം ആയിരിക്കാൻ അതിന് സ്വർഗത്തിലെ ദൈവത്തിന്റെ നിയോഗത്താൽ ഞങ്ങളെ പ്രേരിപ്പിക്കുകയും അതിന് നേതൃത്വം കൊടുക്കുന്ന രാജേഷ് പിള്ള കൃതദാസനെയും കുടുംബത്തെയും ഓർത്ത് കർത്താവിനെ സ്തുതിക്കുന്നു. ଏହି ପ୍ରକାର ଆପଣମାନଙ୍କର ମଧ୍ୟରେ ଆମମାନଙ୍କୁ ଆସିବା ନିମନ୍ତେ ଆଉ ଆମମାନଙ୍କୁ ଏ ସ୍ଥାନକୁ ଆହ୍ୱାନ କରୁଥିବା ପ୍ରିୟ ପ୍ରଭୁଙ୍କର ଦାସ ପାଷ୍ଟର ରାଜେଶ ନିମନ୍ତେ ମଧ୍ୟ ପ୍ରଭୁଙ୍କୁ ମୁଁ ଧନ୍ୟବାଦ ଦିଏ। പ്രൈസ് ദി ലോർഡ്. എന്നെക്കുറിച്ചും എന്റെ കുടുംബത്തെക്കുറിച്ചും വ്യക്തമായ ധാരണ കർത്താവിന്റെ ദാസൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നതുകൊണ്ട് അതിലേക്ക് ഞാൻ പ്രവേശിക്കാതെ എന്നെ ഏൽപ്പിച്ച ദൈവിക ചിന്തയിലേക്ക് പ്രവേശിപ്പാൻ കർത്താവിനെ ശരണപ്പെടുന്നു। ମୋ ବିଷୟରେ, ମୋର ପରିବାର ବିଷୟରେ, ସେବା କାର୍ଯ୍ୟ ବିଷୟରେ ପ୍ରଭୁଙ୍କର ଦାସଙ୍କର ମୁଖ ଦେଇ ଆପଣମାନଙ୍କ ପରିଚୟ ଦେବା ଦ୍ୱାରା ମୁଁ ସାକ୍ଷ୍ୟ ମଧ୍ୟରୁ ବହୁତ କିଛି କହିବା ପାଇଁ ଆଶା ନ କରି ସିଧା ସିଧା ବାକ୍ୟକୁ ଯିବା ପାଇଁ ଆଶା କରୁଛୁ। വളരെ പ്രാർത്ഥനയോടെ എല്ലാവരും ദൈവസന്നിധിയിലായിരിക്കണമെന്ന് കർത്തൃനാമത്തിൽ ഓർമ്മപ്പെടുന്നു। ଆମେ ସମସ୍ତେ ପ୍ରାର୍ଥନାରେ ପ୍ରଭୁଙ୍କର ସନ୍ନିଧିରେ ଆମେ ବସିବା ପାଇଁ ପ୍ରଭୁ ଯୀଶୁଙ୍କ ନାମରେ ମୁଁ ମଣ୍ଡଳୀକୁ ଅନୁରୋଧ କରୁଛୁ। എന്റെ കൈവശം ഒന്നുമില്ല, പക്ഷേ ഒരു വാക്യം മാത്രം എനിക്ക് ദൈവം തന്നിട്ടുണ്ട്. അതിൽ നിന്ന് നമുക്കൊന്നിച്ച് പങ്കിടുവാൻ, പാനം ചെയ്യുവാൻ, ഭക്ഷിപ്പാൻ വളരെ പ്രാർത്ഥനയോടെ നമുക്ക് ദൈവത്തിന്റെ സന്നിധിയിലായിരിക്കും। ମୋ ହାତରେ କିଛି ନାହିଁ, ମାତ୍ର ପ୍ରଭୁ ଗୋଟେ ବାକ୍ୟ ମୋ ହାତରେ ଦେଇଛନ୍ତି, ତାହା ଆମେ ସମସ୍ତେ ଚିନ୍ତା କରିବା। ପ୍ରଭୁ ଆଜି ଆମମାନଙ୍କ ମଧ୍ୟରେ କିଛି ଆମମାନଙ୍କୁ କଥା କହିବେ, ତା ପାଇଁ ଆମେ ପ୍ରାର୍ଥନାରେ ବସିବା। എല്ലാവരോടും ഒരിക്കൽ കൂടെ വളരെ സ്നേഹത്തോടെ, ശ്രദ്ധയോടെ, പ്രാർത്ഥനയോടെ അല്പസമയം നമുക്ക് ദൈവത്തിന്റെ പാദപീഠത്തിലായിരിക്കും। ଆମେ ପୁଣି ଥରେ ଆମେ ପ୍ରାର୍ଥନାରେ ଆଉ ଧ୍ୟାନ ସହିତ ପ୍ରଭୁଙ୍କର ବାକ୍ୟ ଆଗକୁ ଯିବା। ପ୍ରଭୁ ଆମମାନଙ୍କୁ ସାହାଯ୍ୟ କରୁ। പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഒരു വാക്യം നമുക്ക് വായിക്കാം. 1 ശമൂവേൽ പുസ്തകം 2-ാം അധ്യായത്തിന്റെ 9-ാമത്തെ വാക്യം. പ്രഥമ ശമൂവേൽ ബഹി 2ാം അധ്യായം 1 ശമൂവേൽ 2-ാം അധ്യായം 9-ാമത്തെ വാക്യം. 2ാം പର୍ବର ପ୍ରଥମ ବାକ୍ୟ ମାନେ ଟିକେ ପାଠ କରୁ। తన భక్తుల పాదములు తొట్టిల్లకుండా ఆయన వారిని కాపాడండి। ଓଡ଼ିଆରେ മലയാളത്തിൽ ഇങ്ങനെയാണ്. ମୋହର ମୁଖ ମୋହର ଶତ୍ରୁମାନଙ୍କ ନିକଟରେ ପିଟି ଅଛି, ଯେହେତୁ ମୁଁ ତୁମ ପରିତ୍ରାଣ ଆନନ୍ଦ କରେ। മലയാളത്തിൽ ഇങ്ങനെ വായിക്കുന്നു, തന്റെ വിശുദ്ധന്മാരുടെ കാലുകൾ അവൻ കാക്കുന്നു। आमेन। मलयालम भाषाରେ ଏହି ପ୍ରକାର ଲେଖିଛନ୍ତି, ତାଙ୍କର ସାଧୁମାନଙ୍କର ଚରଣକୁ ପରମେଶ୍ୱର ସୁରକ୍ଷା ଦିଅନ୍ତି। അടുത്ത പദം ഇങ്ങനെയാണ്, ദുഷ്ടന്മാർ അന്ധകാരത്തിൽ മിണ്ടാതെയാക്കുന്നു, സ്വശക്തിയാൽ ഒരുത്തരും ജയിക്കുകയില്ല। आमेन। द्वितीय दाढीରେ ଏହି ପ୍ରକାର ଲେଖିଛନ୍ତି, ଦୁଷ୍ଟ ଲୋକମାନଙ୍କର ଚରଣ ଅନ୍ଧକାରରେ ଭ୍ରମଣ କରନ୍ତି, ମାତ୍ର ତାଙ୍କର ଲୋକମାନଙ୍କୁ ପରମେଶ୍ୱର ସୁରକ୍ଷା କରନ୍ତି। എന്നാൽ ഇന്ന് പകൽക്കാലം ദുഷ്ടനെ കുറിച്ച് പറയാനല്ല ദൈവത്തിന്റെ ആത്മാവിന്റെ നിയോഗം, വിശുദ്ധന്മാരെ കുറിച്ച്, നീതിമാന്മാരെ കുറിച്ച്। आमेन। ଆଜି ଦୁଷ୍ଟମାନଙ୍କର ବିଷୟରେ ଚିନ୍ତା କରିବା ପାଇଁ ପ୍ରଭୁ ମୋତେ ମାନେ କହିନାହାନ୍ତି, ଯେଉଁମାନେ ଈଶ୍ୱରଙ୍କର ସାଧୁ ଭକ୍ତମାନେ ଆଉ ଧାର୍ମିକ ମାନେ ସେମାନଙ୍କର ବିଷୟରେ କହିବା ପାଇଁ ପ୍ରଭୁ ମୋତେ ଦେଇଛନ୍ତି। വളരെ പ്രാർത്ഥനയോടെ നമുക്ക് ദൈവത്തിന്റെ പാദപീഠത്തിലായിരിക്കാം। ଆମେ ସମସ୍ତେ ପ୍ରାର୍ଥନା ସହିତ ପ୍ରଭୁଙ୍କର ଆଗରେ ଆମେ ବସିବା। സ്വർഗ്ഗത്തിലെ ദൈവം നമ്മളോട് പറയുന്നു, വിശുദ്ധന്മാരുടെ കാലിനെ ദൈവം കാക്കും। आमेन। प्रभु ଆମମାନଙ୍କୁ କହୁଛନ୍ତି, ହାଲେଲୁୟା, ସାଧୁମାନଙ୍କର ଚରଣକୁ ପରମେଶ୍ୱର ସୁରକ୍ଷା ଦିଅନ୍ତି। എന്തിനു വേണ്ടിയാണ് വിശുദ്ധന്മാരുടെ കാലിനെ ദൈവം കാക്കുന്നത്? କଣ ପାଇଁ ସାଧୁମାନଙ୍କର ଚରଣକୁ ପରମେଶ୍ୱର ସୁରକ୍ଷା ଦଉଛନ୍ତି? ഈ വചനത്തിന്റെ തുടക്കം നോക്കിയാൽ ശമൂവേൽ കൊച്ചുമാരൻ ଯେତେବେଳେ ଆମେ ପ୍ରାରମ୍ଭ ଭାଗ ଯଦି ଚିନ୍ତା କରିକି ଆସିଲା ବେଳେ ଆମେ ଶମୂଏଲକୁ ଦେଖିବା, ସେ ଗୋଟେ ବାଳକ ଅଛନ୍ତି।
അപ്പോഴാണ് ഒരു കുടുംബത്തിനകത്ത് തലമുറയില്ല. ଆମେ ସେତେବେଳେ ଦେଖିଲା ବେଳେ ଗୋଟେ ପରିବାର ମଧ୍ୟରେ ତାଙ୍କର ସନ୍ତାନ ମାନେ അതിന്റെ ഒന്നാമത്തെ അധ്യായത്തിൽ കാണാൻ കഴിയുന്നുണ്ട്. ଆମେ ଯେତେବେଳେ ତାହା ପ୍ରଥମ ପର୍ବରେ ଦେଖିଲା ବେଳେ ତାହା ଦେଖାଯିବେ। വർഷം തോറും ആലയത്തിലേക്ക് വന്ന് അതിൻ്റെതായ അനുഷ്ഠാനങ്ങൾ പ്രമാണിക്കാറുണ്ട്. ଆମେ ସେମାନେ ପ୍ରତିବର୍ଷ ଈଶ୍ୱରଙ୍କର ମନ୍ଦିରକୁ ଆସନ୍ତି। ଆରେ ଯାହା କିଛି ସେମାନଙ୍କର ରୀତିନୀତି ଅନୁସାରେ ସେମାନେ ସବୁ କିଛି କରି ଆସୁଛନ୍ତି। പക്ഷേ ആ മാതാവിന് സ്വസ്ഥത കിട്ടിയില്ല. ହେଲେ ବି ସେ ମାକୁ କୌଣସି ଶାନ୍ତି ନାହିଁ। ଆରେ କିଛି ବି ମାନେ ମା ଖୁସି ନାହିଁ। ആ മാതാവിന്റെ ജീവിതത്തിൽ എല്ലാം ഉണ്ട് അവർക്ക്. ଆମେ ସେ ମାଙ୍କର ଜୀବନରେ ଯଦି
ദൈവങ്ങളെ അവിടെ കാണാൻ കഴിയുന്നു. ഹല്ലേലൂയ. സ്വർഗ്ഗത്തിലെ ദൈവത്തിന്റെ തീ ഇറങ്ങുവാൻ യാഗങ്ങളുടെ ക്രമീകരണം കഴിച്ചിട്ട് ഭക്തനാകുന്ന ഏലിയാവ് ഇങ്ങനെ നിന്നോട് വിളിച്ചു പറയുന്നു. आमेन. सतवेले एलिया यही प्रकार कहिले स्वर्गर परमेश्वर अल्ले तांगर से बेड़ी ऊपर उस अलिया तांगे संतुष्ट गला उले आसी मारो अलिया एलिया टाकी की समान को कहिले ഏലിയാവ് എന്ന് പറയുന്ന ഭക്തൻ ഇങ്ങനെ പ്രാർത്ഥിച്ചു, ദൈവമേ ഞാൻ നിന്റെ ദാസൻ. आमेन. एलिया यही प्रकार प्रभु परमेश्वर को निकटे कहिले ए परमेश्वर मु तुम्हारा दास ഈ മലമേൽ നിൽക്കുന്ന ജനങ്ങള് ജീവനുള്ള ദൈവത്തെ കാണാൻ നിന്റെ ഇടപെടലിലൂടെ ആവശ്യമാണ്. ये पहाड़ों पे टियाई दिवा व्यक्ति की लोग समूह जब तुम्हारी गौरव को देखिबे तुम्हारी महिमा को देखिबे एति भाई तुम्हें कार्य करो बोली एलिया प्रार्थना करे അതങ്ങനെ പ്രാർത്ഥിച്ചപ്പോൾ സ്വർഗ്ഗത്തിലെ ദൈവത്തിന്റെ തീ ഇറങ്ങി. एलिया प्रार्थना करो स्वर्ग की अग्नियां उड़ई आसे ഹല്ലേലൂയ. നിങ്ങളുടെ നടുവിൽ ദൈവത്തിന്റെ തീ ഇറങ്ങുമെങ്കിൽ ദൈവത്തോട് പ്രാർത്ഥിക്കുക, ദൈവമേ ഞാൻ നിന്റെ ദാസൻ, ഞാൻ നിന്റെ ദാസി, ഞാൻ നിന്റെ കുഞ്ഞുങ്ങൾ, ഞാൻ നിങ്ങളുടെ ദൈവത്തിന്റെ ഭക്തന്മാരാണ്. हालेलुया. आज मोते सुनिबा प्रभु कर मंडली मुगुटे कथा कहि बाबा इच्छा करे तुम्हें यदि प्रभु कर लोगो तेबे स्वर्ग रे हालेलुया अभिषेक नी आत्मा मते उले बाबा हमारे परमेश्वर विश्वास करते तेरे हमारे प्रस्तुत तेरे हालेलुया. हालेलुया. ക്രമപ്രകാരവും ചട്ടപ്രകാരവും ദൈവത്തിന്റെ സന്നിധിയിൽ നിന്നുകൊണ്ട് തമ്പുരാനെ ഇറങ്ങി വരണമെന്ന് പറഞ്ഞാൽ ഇറങ്ങി വരുന്ന ഒരു ജീവനുള്ള ദൈവത്തെയാണ് നമ്മൾ സേവിക്കുന്നത്. यदि हमें ईश्वर वाले व्यवस्था रे वाक्यानुसार टियाई दिवा व्यक्ति दिले आम मानव जतबे प्रार्थना करिवे तेबे परमेश्वर मंदिरे उलई आसी നിങ്ങൾക്ക് സംശയമുണ്ടെങ്കിൽ ഈ ഇരിപ്പിൽ ഇരുന്നുകൊണ്ട് പരീക്ഷിച്ചു നോക്ക്. हमें यदि अपन मान को काकु यदि संदेह दिबे अति अपन मान को परीक्षा करिवा समय तुम्हें परमेश्वर को निकट रे प्रार्थना करो परमेश्वर तुम मंदिरे कार्य करिवे ഹല്ലേലൂയ. हालेलुया. കേരളത്തിലെ ദൈവത്തെ ഉയർത്താനല്ല ഞാൻ ഇവിടെ നിൽക്കുന്നത്. केरल रे परमेश्वर को उन्नत करिवा पाई मुएटी आसीनाती ദുബൈയിലെ ദൈവത്തെ ഉയർത്താനല്ല നിൽക്കുന്നത്. ये दुबई रे परमेश्वर को चाहिए पाई मुएटी ഉയർത്താനാണ് നിൽക്കുന്നത്. हालेलुया. और से आखिर परमेश्वर को देखिवा पाई मुएटी ഇവരെ പറയുന്നു, രണ്ടോ മൂന്നോ പേരുടെ നാമത്തിൽ കൂടി വരുന്നിടത്ത് आमेन. प्रभु कर वाक्य की प्रकार पहुंचती दुई की बात ही लोगो और हमारे जो स्थान है उपस्थित है ദൈവസാന്നിധ്യം അനുഭവിക്കുന്നവരെ ഓർത്ത് ഞാൻ കർത്താവിനെ आमेन. सेवान कर मंदिर परमेश्वर उपस्थिति उड़ई हालेलुया. ഹല്ലേലൂയ. ഈ ഏലിയാവിന്റെ കാലം ഒന്നിടറി. आमेन. ये एलिया कर बूढ़ो अनप्रतु पड़े ആ യാഗമെല്ലാം കഴിഞ്ഞ് ഇങ്ങോട്ട് ഇറങ്ങി വരുമ്പോ ଯେତେବେଳେ ବେଡି ସବୁ ଉତ୍ସର୍ଗ କରି ପର୍ବତରୁ ଓହ୍ଲେଇ ଆସିବା ସମୟରେ ഏലിയാവ് ഇങ്ങനെ വിളിച്ചു പറയുന്നു, ଏଲିଆ ଏହି ପ୍ରକାର ଡାକି କହୁଛି വലിയ മഴ വരാൻ പോകുന്നു. ବହୁତ ବଡ ଗୋଟେ ବର୍ଷା ହେବାକୁ ଯାଉଛି Praise the Lord. Praise the Lord. നാളുകളായി മഴയില്ലാതിരിക്കുക. अनेक दिनाला संदेशाने वृष्टी नव्हत्या Praise the Lord. ദൈവത്തിന് നന്ദിയുള്ള സ്തോത്രം. हालेलुया. प्रभुको धन्यवाद ദൈവദാസന്മാരെ എനിക്കറിയത്തില്ല, വലിയ മഴ ഇന്ന് പകൽ ഇവിടെ പെയ്തതാണ്. आमेन. हालेलुया. प्रभुको दासମାନଙ୍କୁ ଉପରେ ഹല്ലേലൂയ. നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് ഇതിന് ആവശ്യമാണ്. നമ്മൾ ഒന്നിച്ചാണ് ശുശ്രൂഷ ചെയ്യുന്നത്. ଆମେ ସମସ୍ତେ ମିଶିକି ପ୍ରଭୁଙ୍କ ସେବାରେ ഒരുപക്ഷെ സംഘടനകൾ മാത്രമേ അവിടെ നിൽക്കുന്നുവെങ്കിൽ നമ്മൾ ഒന്നിച്ച് ଆମେ ଯଦି ଆମେ ମିଶିକି ବିଶ୍ୱାସ କରିବା എന്തൊക്കെയോ ദൈവത്തിന് ചെയ്യാനുണ്ട്. അത് ഇന്ന് തൊട്ട് ദൈവം ചെയ്തു തുടങ്ങുന്നുവെന്ന് ഞാൻ ആത്മാവിൽ വിളിച്ചു പറയുന്നു. ଆମେ ଯଦି ଆମେ ମିଶିକି ଈଶ୍ୱରଙ୍କର ସେବାରେ ବିଶ୍ୱସ୍ତ ଭାବରେ ଠିଆ ହବ ଏ ଦେଶ ପ୍ରତି ପ୍ରଭୁ କିଛି କରିବା ପାଇଁ നമ്മുടെ കൂടെ
आमेन ये सब कार्य परे एलिया का पाखरे आ गुटे बाता आसुची യാഗത്തിന്റെ നടുവിൽ സ്വർഗ്ഗത്തിലെ ദൈവത്തിന്റെ തീ ഇറങ്ങിയപ്പോൾ आमेन जतवेळे हालेलुया ईश्वरंगरे बेळी बीडरे हालेलुया निया उरेला पोरे അന്യ ദൈവത്തെ സേവിച്ചുകൊണ്ടിരുന്ന പ്രവാചകന്മാരെ മുഴുവൻ വെട്ടിക്കൊന്നു എന്ന് അവിടെ കാണാനായിട്ട് കഴിയുന്നു. अन्य हालेलुया दुष्ट सेवा करतिमा अन्य जाजकमाननु समस्तकु सेठी संहार कले बलि देखिवाकु पाए ഈ വാർത്ത രാജ്ഞിയുടെ ചെവിയിലെത്തിയപ്പോൾ രാജ്ഞി കൊടുക്കുന്നു, നാളെ ഈ നേരത്ത് അവരിൽ ഒരുവനെ പോലെ നിന്നെയാക്കും എന്നുള്ള ഒരു ശബ്ദം. आमेन ये वार्ता सुनितिमा रानी एही प्रकार कोहिले हालेलुया ये लोकमाननु सबु विग्रह करतिमा तुमको कली एमाननु परिमु वध परिबि कोरि कुटे चैलेंज एलिया का विरुद्धरे आसिले ഇത് കേട്ടപ്പോൾ ഏലിയാവിന്റെ മനസ്സിൽ ഒരു ചാഞ്ചാട്ടമുണ്ടായി. ओ सेड़ा सुनिबा मात्रे तंदर हृदय टिके बिजुड़ी തന്റെ गले കാലിന്റെ ബലം കുറഞ്ഞു, हालेलुया तंदर दुर्बल लागी गले തന്റെ ശരീരത്തിന്റെ ബലം കുറഞ്ഞു, तंदर शरीर दुर्बल लागी वाक लागी തന്റെ കണ്ണിന്റെ കാഴ്ചയ്ക്ക് കുറവ്. चमकेर प्रसन्न कमी वाक लागी ഏലിയാവ് ഇങ്ങനെ ദൈവത്തോട് പറഞ്ഞു, ദൈവമേ, एलिया एही प्रकार प्रभु को कहिले मोर परमेश्वर ശത്രുവിന്റെ വാളുകൊണ്ട് എന്റെ ജീവൻ പോകാതെ നീ തന്നെ എന്റെ ജീവനെ എടുക്കണം. हमें शत्रु करो खड़ग द्वारा मते न मारी तुम्हें मते नीचे मोर प्राण ने जाओ बोली एलिया प्रार्थना करे അങ്ങനെ പ്രാർത്ഥിച്ചിട്ട് താൻ തന്റെ ശിഷ്യനുമായി യാത്രയിലേക്ക് പുറപ്പെട്ടു. से प्रार्थना करिला परे तांगर दास सहित हमें से यात्रा आरंभ करे അങ്ങനെ ഒരു ദൂരം യാത്ര ചെയ്തിട്ടാണ് അവൻ ചൂരച്ചെടിയുടെ തണലിൽ കിടന്ന് ഉറങ്ങുവാനിടയായത്. हमें से अल्प दूर यात्रा करिकी हमें आगो चलिबा समेरे हालेलुया गुटे गच्छ मूलरे से बसी गले ഈ ഉറക്കത്തിൽ അവന്റെ അടുക്കിലേക്ക് സ്വർഗ്ഗത്തിലെ ദൈവം തന്നെ ദൂതനെ അയച്ചു. हमें हाले जो उपकार गच्छ तोरे सुई सुई दिले से गच्छ तोरको प्रभु कर दूध को परमेश्वर पटे എന്നെ കേൾക്കുന്ന ദൈവജനമേ, നിങ്ങളുടെ കാലുകൾ ഇടറുന്നു, എന്റെ കാലിടറുന്നു, എന്റെ തലമുറയുടെ കാലിടറുന്നു, എന്റെ കുടുംബത്തിന്റെ സ്ഥിതി ഇങ്ങനെയാണല്ലോ എന്ന് പരിഭവിച്ചിരിക്കുന്ന തന്റെ ജനത്തോട് ദൈവം ഇടപെടുന്നു. ഇല്ല, നിങ്ങളുടെ കാലുകളെ ബലപ്പെടുത്തുവാൻ, ഈ മണ്ണിൽ ഉറച്ചു നിന്ന് വീര്യം പ്രവർത്തിക്കുവാൻ എഴുന്നേൽക്കുന്ന ഒരു സ്വർഗ്ഗത്തിലെ ദൈവമുണ്ട്. और आज मते सुनी वाई साले प्रभु कर मंडली अरे एही प्रकार अनेक चैलेंजेस अनेक तुमको प्रतिकूल परिस्थिति मते जोमाने वचंदी सेवान वाटी परमेश्वर बहुचंदी तुम्हें दुर्बल होवा आवश्यकता नाही तुम्हारे जतबे दुर्बल होबो सेतबे मु तुमर चरण को सुरक्षा करबी सावधान करबी कौनसी प्रतिकूल परिस्थिति को देखी तुम्हें भय भी न होबो आवश्यकता नाही बोली परमेश्वर जवान दुआन ദൈവജനമേ, നമ്മൾ ഇങ്ങനെ ഇരുന്നാൽ അത് നടക്കത്തില്ല. हमें एही प्रकार निरोग होगिले होबो नाही നമ്മുടെ മനസ്സ് ദൈവത്തിലേക്ക് കൊടുക്കണം. हमें हमारा हृदय प्रभु करे समर्पण करो ദൈവമേ, എന്റെ ഇടിഞ്ഞിരിക്കുന്ന മനസ്സിനെ നീ ഒന്ന് ബലപ്പെടുത്തണം. और हालेलुया सुष्ट कहती बा दुर्बल कहती बा मोर हृदय को प्रभु तुम्हें सच्ची में करो मते भगवान करो बोली तुम्हें प्रार्थना रे बसको ഏലിയാവിന്റെ ക്ഷീണത്തിന്റെ നടുവിൽ അവന് വെള്ളവും അപ്പവും സ്വർഗ്ഗത്തിലെ ദൈവം ദൂതന്റെ പക്കലേൽപ്പിച്ചു. आमेन एलिया मर प्रतिकूल परिस्थिति मते रे अरे प्रभु ताकर दूत हातरे जहां एलिया को दरकार पानी चलो काई मारा सब व्यवस्था प्रभु करी दे ഇത് കുടിച്ചിട്ട് ഇത് ഭക്ഷിച്ചിട്ട് വീണ്ടും അവൻ കിടന്നുറങ്ങി. आमेन हालेलुया काई भी एलिया से कोपार गच्छ मूलरे आविरी विश्राम करले എന്നാൽ വീണ്ടും ദൈവം ദൂതനെ അവന്റെ അടുക്കലേക്ക് അയച്ചു. अन्य पे प्रभु ताकर दूत को औतरे पटेले അവനെ തട്ടി ഉണർത്തി. अन्य तांगो उठे की कहिले ഏലിയാവിനെ തട്ടി ഉണർന്നെങ്കിൽ ഇന്ന് പകൽ നമ്മളെ തട്ടി ഉണർത്തും. यदि एलिया को हालेलुया उठे पाइबो पावे अति एटी बसीबो हालेलुया जान को उठे पाई शक्ति हालेलुया ദൈവത്തിന്റെ ശബ്ദം തിരിച്ചറിഞ്ഞ് പ്രതികരിച്ചുകൊണ്ടിരിക്കണം. आमेन प्रभु करे शब्द को माने सुनिबा हालेलुया ताहाले प्रभु ദൈവത്തിന്റെ തൊഴിൽ മനസ്സിലാക്കി ദൈവസന്നിധി പ്രതികരിക്കണം. आमेन प्रभु हालेलुया एलिया प्रभु सदा प्रभु करे स्पर्श को अनुभव करले വീണ്ടും ദൈവം ഏലിയാവിനെ തട്ടി ഉണർത്തിയപ്പോൾ औतरे तांगो सेवा निमंते तांगो परमेश्वर उठेले ആ കുടിച്ച വെള്ളവും ഭക്ഷിച്ച അപ്പത്തിന്റെ ബലത്താൽ 40 രാവും പകലും അവൻ തിടുക്കത്തോടെ സഞ്ചരിച്ച് ദൈവത്തിന്റെ പർവ്വതത്തോളം എത്തിച്ചേർന്നു. आमेन जतवेळे हालेलुया प्रभु करे दूत देती बसे रोटी पानी
ഞാൻ ഒരുത്തൻ മാത്രമേ ഉള്ളൂ. आमेन एलिया यही प्रकार प्रसन्न हृदय प्रभु का निकट रे भोगिनांति प्रभु कहले प्रभु मु छोड़े व्यक्ति मात्र ഒരുപക്ഷെ നിങ്ങൾ ചിന്തിക്കും നിങ്ങൾ മാത്രമേ ഈ ദേശമുള്ളൂ. आमेन आपण माने काले चिंता करथिबो परमेश्वर मु छोड़े ही छोड़े देश ഒരുപക്ഷെ നിങ്ങളുടെ ഭാഷയിൽ കാണാത്ത പല ഭക്തന്മാർ പല ഭക്തവിമതികൾ ഈ ഗ്രാമത്തിൽ ഈ പട്ടണത്തിലുണ്ട് എന്നുള്ള സത്യം നമ്മൾ മറന്നു പോകരുത്. आमेन हालेलुया आपण माने नो देखिबा नाले आमान स्थानीय पारको नो देखिबा अनेक साधु माने ये अंचले अक्षति बोली आपण माने जानिबार अछि തിരുവചനം നമ്മളെ കേൾപ്പിച്ചു ഭക്തന്മാരുടെ കാര്യങ്ങളെ കാക്കുന്നവർ ദൈവം. आमेन आमान हालेलुया परमेश्वर मांगो कहिले तांगर साधु भक्त मानकर चरण को सुरक्षा करिबा जने परमेश्वर ദൈവത്തിന്റെ കാലിനെ കാത്തു ദൈവത്തിന്റെ പർവ്വതമാകുന്ന ഹോരേബ് പർവ്വതവും സ്വർഗ്ഗത്തിലെ ദൈവനെ കൊണ്ടുവന്നു. आमेन एलिया के चरण को प्रभु सावध देले पालिया बोल देले आलिया होरेब पर्वत पर्यंत आले छाइबा पाई आले एलिया को परमेश्वर क्षमा देले ഏലിയാവിന് വളരെ സന്തോഷമായി. एलिया बहुत खुशी था ഏലിയാവ് വിചാരിച്ചു പർവ്വതത്തിൽ നിന്ന് നേരെ മേലോട്ട് വരാൻ എളുപ്പമാണ്. एलिया भाविला ये पर्वत रे ऊपर को जीवा पाई बहुत आसान रहे जीवे ദൈവം അടച്ചത് ഏലിയാവിനോട് ചോദിക്കുന്നു, ഏലിയാവേ നിനക്ക് ഇവിടെ എന്താ കാര്യം? आमेन सेतवेले परमेश्वर एलिया को पछारे ये पर्वत रे तुमरो कोन काम പ്രിയപ്പെട്ടവരെ, ഈ സമയത്ത് ഞാൻ കീപ്പ് ചെയ്യുന്ന വചനം ഒന്നും എടുത്ത് പറയാത്തത് അല്ലെങ്കിൽ നിങ്ങളെ വചനം എടുത്ത് കേൾപ്പിക്കാനും आमेन ये वाक्य मते को जीवा पाई समयର ଅଭାବ ଅଛି ସେଥିପାଇଁ ମୁଁ वाक्य କାढି କହୁନାନ୍ତି എനിക്ക് ഈ ഉള്ള വാക്യമെല്ലാം വായിക്കുന്നതിലുപരി എടുക്കുന്ന വാക്യത്തോട് അല്പമെങ്കിലും പ്രതിബദ്ധത കാണിക്കണമെന്ന് ആഗ്രഹമുള്ള മനുഷ്യനാണ്. मते ये सब वाक्य काढी आपण मानकर सामने रे रोकी बाटो मु जो वाक्य कहूछु से वाक्य मते टिआई आपण मान को किछि विषय कहबा पाई मु आशा करती അതുകൊണ്ടാണ് ഞാൻ ഇതിനോട് ചേർത്തുള്ള വാക്യങ്ങളെ ഒന്നും നിങ്ങളെ വായിച്ച് കേൾപ്പിക്കാത്തത്. ସେଥିପାଇଁ ମୁଁ ତା ମାନେ ଲାଗି जो वाक्य ଅଛି से सब मु काढुनाନ୍ତି ഏലിയാവിനോട് ദൈവം പറഞ്ഞു, കുഞ്ഞേ നിനക്ക് ഇവിടെ എന്താ കാര്യം? ଆଉ एलिया को परमेश्वर पछारले पुरे तत्ते कोन एठी का പുറത്തേക്ക് വരാൻ പറഞ്ഞു. अल्ले तुमे उलेयस പുറത്തേക്ക് വരാൻ तुमे പറഞ്ഞു. बाहर आसो बोली बोली അവിടെ കാണാൻ കഴിയുന്ന വലിയൊരു കാറ്റൊരു പാസ് ചെയ്തു പോയി. आमेन तापरे मान देखिबा को पाउछथि बहुत बड़ गुटे अने तूफान से मान को पाके നിങ്ങൾ വായിച്ചിട്ടുണ്ടല്ലോ നിങ്ങളുടെ പുസ്തകത്തിൽ അത്. आपण माने निजे बाइबल रे निश्चय पढिथिबे വായിച്ചിട്ടുണ്ടല്ലോ അല്ലേ? एटा पढिथिबे ना അവിടെ കാണാൻ കഴിയുന്നു വലിയൊരു കൊടുങ്കാറ്റ് പാസ് ചെയ്തു പോയി. आमेन सेठिया मान को पढिबा को पाउछथि बहुत बड़ गुटे जोड़ा तूफान सेठी बोहिले ഈ കാറ്റിന്റെ നടുവിൽ പാറകൾ പിളർന്നു എന്ന് കാണാൻ കഴിയുന്നു. आमेन ये पवन मध्यरे अनेक बड़ बड़ वस्त्र बांकी आसीबाटा देखिले ഈ കാറ്റിന്റെ നടുവിൽ ഭൂകമ്പം ഉണ്ടായി എന്ന് കാണാൻ കഴിയുന്നു. आमेन हे हालेलुया बहुत बड़ा तूफान मध्यरे आमेन एप्तिमुख हमारो से देखिले അതിന്റെ പുറകെ ദാ വലിയ തീ വരുന്നു. हालेलुया ता पछरे बहुत बड़ा गुटे निया से जो ഇതെല്ലാം കഴിഞ്ഞപ്പോഴേക്കും ഏലിയാവ് ഇങ്ങനെ ജീവനോടെ നിൽക്കുകയാണ്. आमेन ये सब देखिला ପରେ भी एलिया टिआई जो എത്ര പേരുണ്ട് വലിയ തീക്കകത്ത് നിന്ന് രക്ഷപ്പെട്ടവരെ? आमेन केते लोक माने अछंती निया भीतर देखिया पाइथिबा നിങ്ങൾക്ക് കാണാൻ കഴിയുന്നുണ്ടോ എത്ര പേര് തീക്കകത്ത് നിന്ന് രക്ഷപ്പെട്ടു? केते लोक माने निया मध्यरे देखिया पाइछते आपण देखि ഭൂകമ്പത്തിൽ നിന്ന് എത്ര പേര് രക്ഷപ്പെട്ടു? भूमि कबर केते लोक माने देखिया पाइछते जोडुछंती कि വലിയ കൊടുങ്കാറ്റ് വന്നിട്ട് എത്ര പേര് രക്ഷപ്പെട്ടു? बड़ा तूफान देखिया पाइथिबा लोक मान को देखु അല്ലെങ്കിൽ കൊടുങ്കാറ്റിൽ പോണതുപോലെ പോകണം. आमेन अनेक लोक माने गुर्दी वायु रे उल्टी पळेगा समय അല്ലെങ്കിൽ ഭൂകമ്പത്തിൽ തകർന്നടിഞ്ഞ പോലെ പോകണം. अनेक लोक माने भूमि कबर रे चूर्ण हेतिबा समय അല്ലെങ്കിൽ തീക്കിരയായ പോകണം. अनेक लोक मान को निया कायदला സ്വർഗ്ഗത്തിലെ ദൈവം പറഞ്ഞു, ഭക്താവിന്റെ
ଆବଶ୍ୟକତା ରହୁଛି। ആത്മീയത്തിൽ നിൽക്കണമെങ്കിൽ അതിനും ഒരു കാര്യം വേണം. ଆମେ ଯଦି ଆତ୍ମିକ ଜୀବନଯାପନ କରିବା ନିମନ୍ତେ ମଧ୍ୟ କିଛି ଆବଶ୍ୟକତା ଅଛି। വിശ്വാസത്തിൽ വളരണമെങ്കിൽ അതിന് വളം വേണം. ଆମେ ବିଶ୍ୱାସରେ ବଢିବା ନିମନ୍ତେ ମଧ୍ୟ ଆମମାନଙ୍କୁ ଆବଶ୍ୟକତା ଅଛି। വിശ്വാസത്തിൽ വളരാനുള്ള വളം ഏതാണെന്ന് അറിയാമോ? ବିଶ୍ୱାସରେ ବଢିବା ପାଇଁ ଆମମାନଙ୍କୁ ଯେଉଁ ସାର ଦରକାର ଜାଣିଛନ୍ତି କି? അത് കഷ്ടത എന്ന് പറയുന്ന വളമാണ്. ଆମେ ତାହା ଅଟନ୍ତି କଷ୍ଟତା। അത് വല്ല മനസ്സിലാക്കിയിട്ടുണ്ടോ നിങ്ങൾക്ക് ആരെങ്കിലും? ସେଟା ଆପଣମାନେ ଜାଣିପାରିଛନ୍ତି କି? കഷ്ടത നമ്മുടെ ജീവിതത്തിൽ വരുന്നതെന്ന് അന്നാണ് ഭക്തൻ വിളിച്ചു പറഞ്ഞത്. ଆମେ କଷ୍ଟ ଆଲେଲୁୟା କିଛି ସମସ୍ୟା ଆମମାନଙ୍କର ଜୀବନରେ ଆସିଲେ ଆମମାନଙ୍କର ବିଶ୍ୱାସ ଜାତ ହୁଅନ୍ତି। ദൈവത്തോടുള്ള ബന്ധം കൂടുതൽ ആഴത്തിൽ വളരാനുള്ള വളമാണ് ജീവിതത്തിൽ കഷ്ടത. ଆମେ ପ୍ରଭୁଙ୍କ ସହିତ ଆହୁରି ଜଡ଼ିତ ହୋଇକି ରହିବା ନିମନ୍ତେ ଆଲେଲୁୟା ପ୍ରଭୁ ଗୋଟେ ରାସ୍ତା ରଖିଛନ୍ତି। କଷ୍ଟ ଆସିଲା ବେଳେ ତାଙ୍କର ଲୋକମାନେ ତାଙ୍କ ସଙ୍ଗୀତ ରୁହନ୍ତି। ഇത് പലയാവർത്തി അനുഭവമുള്ള മനുഷ്യനായ ഏലിയാവ്. ଆଲେଲୁୟା ଏହି ପ୍ରକାର ଅନେକ ଅନୁଭବ ଏଲିയാଙ୍କର ଜୀବନରେ ବି ଏଲିୟା ଅନୁଭବ କରୁଥିଲେ। എന്നിട്ടും വീണ്ടും തന്നെ കഷ്ടതയിലേക്ക് നടത്തിക്കൊണ്ടാണ് ദൈവം വീണ്ടും അവരെ ഉറപ്പിച്ചത്. ଆମେ ଆଉଥରେ ପୁନର୍ବାର ପ୍ରଭୁ ଏଲିୟାଙ୍କର ଜୀବନରେ କଷ୍ଟ ଦେଲେ ଆଉଥରେ ତାଙ୍କୁ ବିଶ୍ୱାସରେ ପରମେଶ୍ୱର ଠିଆ କରାଇଲେ। അവിടെ നിന്നുകൊണ്ട് സ്വർഗ്ഗത്തിലെ ദൈവം ഏലിയാവിനോട് പറഞ്ഞു, കുഞ്ഞേ നിനക്ക് ഇവിടുത്തെ കാര്യം. ଆମେ ସେ ମଧ୍ୟରେ ପ୍ରଭୁ ପରମେଶ୍ୱର ଏଲିୟାଙ୍କୁ କହିଲେ, ଏ ପର୍ବତରେ ତୁମର କିଛି କାମ ନାହିଁ, ତୁମେ କଣ ପାଇଁ ଏଠି ଠିଆ ହେଇଛ? നീ 3 കാര്യം ചെയ്യണം. ତୁମେ 3ଟା କାର୍ଯ୍ୟ କର। ആദ്യത്തെ കാര്യം, നിനക്ക് പകരം ഒരു പ്രവാചകനെ നീ അഭിഷേകം ചെയ്യണം. ଆମେ ପ୍ରଥମ ବିଷୟ ତୁମ ପଛରେ ହାଲେଲୁୟା ଆମମାନେ ଭବିଷ୍ୟତବାଣୀ କହିବା ନିମନ୍ତେ ଆଉ ଜଣଙ୍କୁ ତୁମେ ବାଛିବାର ଅଛି। അത് നിസ്സാരമായ കാര്യമല്ല. ସେଟା ଗୋଟେ ଛୋଟ ବିଷୟ ନୁହେଁ। Praise the Lord. Praise the Lord. Praise the Lord. Praise the Lord. വിശ്വാസികളെ വിശ്വാസത്തിൽ ഉറപ്പിക്കുക എന്ന് പറയുന്നത് നിസ്സാരമായ കാര്യമല്ല. ବିଶ୍ୱାସୀମାନଙ୍କୁ ବିଶ୍ୱାସରେ ଅଟଳ କରିବା ଏଟା ଗୋଟେ ଛୋଟ ବିଷୟ ନୁହେଁ। ഒരു മാസം അടുത്ത മാസം ദൈവോധനത്തിൽ നിന്ന് പറഞ്ഞ് മനസ്സിലാക്കാൻ വളരെ ഇച്ചിരി ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ଜଣେ ପାଷ୍ଟରଙ୍କୁ ଆଉ ଜଣେ ପାଷ୍ଟରଙ୍କ ସହିତ ବାକ୍ୟରୁ କିଛି ହାଲେଲୁୟା ପ୍ରବୋଧନ ଦେବା ବହୁତ କଷ୍ଟ ଅଛି। സ്വർഗ്ഗത്തിലെ ദൈവം ഏലിയാവിനോട് പറഞ്ഞു, കുഞ്ഞേ നിനക്ക് പകരം നീ പ്രവാചകനായിട്ട് വേറെ ഒരാളെ ഏലീശയെ അഭിഷേകം ചെയ്യണം. ଆମେ ଏଲିୟାକୁ ପରମେଶ୍ୱର କହିଲେ, ହାଲେଲୁୟା ତୁମ ପଛେ ଇଏ ହାଲେଲୁୟା ସେବା କରିବା ନିମନ୍ତେ ଆଉ ଜଣେ ଭବିଷ୍ୟତବକ୍ତା ଦରକାର, ତୁମେ ଏଲିଶାକୁ ପ୍ରସ୍ତୁତ କରିବା ପାଇଁ କହିଲେ। ഏലീശയുടെ ഗുണനിലവാരം നിരത്തി വെച്ച് കഴിഞ്ഞാൽ അവനെ പോലെ നല്ല ഒരു മനുഷ്യനില്ല. ଯଦି ଏଲିଶାଙ୍କର ବିଷୟରେ ଯଦି କହିବାକୁ ଲାଗିଲେ ଏହି ପ୍ରକାର ଗୋଟେ ଉତ୍ତମ ବ୍ୟକ୍ତି ଆଉ ପଡ଼ିନଥିଲା। എല്ലാ കാര്യത്തിലും അവൻ വിശ്വസ്തനും ഭക്തനുമായ ഒരു മനുഷ്യനാണ്. ଆମେ ସବୁ ବିଷୟରେ ସେ ବିଶ୍ୱସ୍ତ ଥିଲା, ଈଶ୍ୱର ଭୟାଳୁ ଥିଲେ। പക്ഷേ പ്രവാചകനായി അഭിഷേകം ചെയ്യണമെന്നുണ്ടെങ്കിൽ അവനെ ബുദ്ധി ഉപദേശിക്കാനുള്ള കഴിവ് നിനക്ക് വേണം. ଆମେ ତାଙ୍କୁ ଗୋଟେ ଭବିଷ୍ୟତବକ୍ତା ରୂପରେ ହାଲେଲୁୟା ଆଣିବା ନିମନ୍ତେ ତାଙ୍କୁ ହାଲେଲୁୟା ପ୍ରସ୍ତୁତ କରିବା ପାଇଁ ତୁମକୁ ଗୋଟେ ବିଶେଷ ଜ୍ଞାନ ଦରକାର। എന്താണ് അങ്ങനെ പറയാനുള്ള കാരണമെന്ന് നിങ്ങൾക്ക് അറിയാമോ? ସେଟା କହିବାର କାରଣ କଣ ଆପଣମାନେ ଜାଣିଛନ୍ତି କି? ഏലിയാവിന്റെ പുതപ്പ് ഏലീശയുടെ മേൽ വീണ് കഴിഞ്ഞപ്പോൾ ଯେତେବେଳେ ଏଲିୟାଙ୍କର ଚାଦର ଏଲିଶା ଉପରେ ପଡ଼ିବା ମାତ୍ରେ പല കാര്യങ്ങളെ കുറിച്ചുള്ള ബോധ്യം ഏലീശയ്ക്ക് വന്നു. ଆମେ ଅନେକ ବିଷୟରେ ଗୋଟେ ଜ୍ଞାନ ବିଶିଷ୍ଟ ମନ ଏଲିଶା ପାଇଲେ। പക്ഷേ ഏലീശ ഏലിയാവിനോട് പറഞ്ഞു, ഞാൻ എന്റെ വീട്ടിൽ പോയി അപ്പനോടും അമ്മയോടും ചോദിച്ചിട്ട് വരാം. ହେଲେ ଏଲିଶା ଏଲିୟାକୁ କହିଲେ, ମାନେ ମୁଁ ଘରକୁ ଯାଇ ମୋର ବାପା ମାଙ୍କୁ ଭେଟିଲା ପରେ ମୁଁ ଆସିବି ବୋଲି କହିଲେ। അപ്പോഴാണ് ഏലിയാവ് പറഞ്ഞത്, കുഞ്ഞേ ഞാൻ നിനക്ക് ചെയ്തത് മറക്കല്ല്. ଆମେ ସେତେବେଳେ ଏଲିଶାକୁ କହିଲେ, ମୁଁ ଯାହା କିଛି ତୁମ ପାଇଁ କରୁଅଛି ତାହା ତୁମେ ପାଶେ। അങ്ങനെയെങ്കിൽ നല്ല ക്വാളിറ്റിയുള്ള ഏലീശയോട് ഏലിയാവിന് പറയണമെങ്കിൽ അവന്റെ കാലിന് കുറെ കൂടെ ബലം വേണമായിരുന്നു. ଆମେ ଏହି ପ୍ରକାର ଯଦି ଏଲିଶାକୁ ଧୈର୍ଯ୍ୟ ଦେବା ନିମନ୍ତେ ଆମେ ସବୁ ପ୍ରକାର ଗୁଣ ଥିବା ଏଲିଶାକୁ ଆଉଥରେ ଷ୍ଟ୍ରଙ୍ଗ କରିବା ପାଇଁ ଏଲିୟାକୁ ଆହୁରି ବଳ ଦରକାର ଥିଲା। അതിനുവേണ്ടി
ഞാൻ ആ സമയത്ത് 12 കാളയെ ഉഴുതുകൊണ്ടിരിക്കുമ്പോൾ ആ കാളയെ അറുത്ത് അതിന്റെ കലപ്പയിൽ വിതലിച്ചിട്ട് ഭവനത്തിൽ യാത്ര പറഞ്ഞ് ദൈവത്തിന്റെ വേലയ്ക്ക് വേണ്ടി അവൻ ഇറങ്ങിത്തിരിച്ചു. Amen. Seteବେଳେ ଏହି ପ୍ରକାର ଏଲିଆକୁ କହିଲେ ମୁଁ ଘରକୁ ଯାଇ ବାପା ମାଙ୍କୁ ସହିତ କଥାଏ ଆରେ ବେଟି ମୁଁ ଫେରି ଆସିବି ବୋଲି କହିଲେ ସେ ଯାଇ ବାପା ମାଙ୍କୁ ଭେଟିଲେ ଆରେ ଯେତେବେଳେ ଏଲିଆ ଏଲିଶାକୁ ମୋଡ଼ି ଦେଖିଲେ ବହୁତ ବଡ଼ ଗୋଟେ ଆଲେଲୁୟା ମାନେ 400 ଜାଗାରେ ତାଙ୍କୁ ଦେଖିଲେ ସେ ଆଲେଲୁୟା 12ଟା ଉଳ ଆଲେଲୁୟା ବୋଧକୁ ରଖିକି ଯେଟା ଉଳେଇବା ଲୋକ ଥିଲେ ଉଳୁଥିଲା ସେତେବେଳେ ଏଲିଶା ଏଲିଆ ତାଙ୍କୁ ଡାକିଲେ ସେ ସାପ ସେ ବୋଧ ଗୁଡ଼ାକୁ କାଟି ମାନେ ବେଳି ଅର୍ପଣ କଲା ପରେ ଆଲେଲୁୟା ସେ ଏଲିଆକୁ ପଛରେ ଗଲେ നിങ്ങൾ ബൈബിളിൽ വായിച്ചിട്ടില്ലേ ഏലിയ എലിശയുടെ കാല് പിന്നിടാൻ ദൈവം അനുവദിച്ചില്ല. ആ യാഗം അർപ്പിച്ച് അപ്പുറപ്പെടുമേറി യാത്ര പറഞ്ഞ് ദൈവത്തിന് വേണ്ടി ഇറങ്ങി തിരിച്ചവന്റെ കാലിനെ സ്വർഗ്ഗത്തിലെ ദൈവം കാത്തു. आमेन हालेलुया सेही प्रकार से बापा मांको हालेलुया टाटा बाय बाय करी से एलिया को पछरे आसिले सेही प्रकार जो माने हालेलुया जीवन रे किछि परित्याग करी प्रभु का पाई बाहर आसी जोदी से मानकर चारण तथापि बिचुଳି दरबा पाई प्रभु देबे ना हालेलुया എന്നെ കേൾക്കുന്ന ദൈവജനമേ ദൈവദാസന്മാരെ ഏലിയാവിനോട് ദൈവം അടുത്തത് പറഞ്ഞത് 2 രാജാക്കന്മാരെ വാഴിക്കണം. आमेन मते सुनिबा प्रिय मंडळी आ प्रभुଙ୍କର दास माने आउतरे परमेश्वर एलियाକୁ କହିଲେ ତୁମେ आउतरे 3ଟା രാജാവാൻକୁ നിയുക്ത କର ବୋଲି ഈ സമയത്ത് രാജ്യത്തിന്റെ നടുവിൽ രാജാവ് ഇല്ലാതിരിക്കുമല്ല, രാജാവ് ഉണ്ട്. आमेन ये समୟରେ ତାଙ୍କର ରାଜ୍ୟରେ ରାଜା ଥିଲା ആ രാജാക്കന്മാരെ മാറ്റിയിട്ട് അടുത്ത രാജാക്കന്മാരെ വാഴിക്കണമെങ്കിൽ കാലിന് ബലം വേണം. आमेन से राजाଙ୍କୁ अरे काढी दे नुआ राजमानଙ୍କୁ स्थान दबान मध्ये एलियाଙ୍କର ଚरणକୁ ଶକ୍ତି ଦରକାର അതിന് കൈക്ക് ബലം വേണം, ശരീരത്തിന് ബലം വേണം, കണ്ണിന് ബലം വേണം, ആത്മീക ബലം വേണം. आमेन ସେଥିପାଇଁ ତାଙ୍କୁ ଚरणକୁ ବଳ ଦରକାର, ହାତକୁ ବଳ ଦରକାର, ଚକ୍ଷୁକୁ ପ୍ରସନ୍ନତା ଦରକାର, ଆରେ ଆତ୍ମିକ ବଳ ଦରକାର അങ്ങനെയെങ്കിൽ ദൈവജനമേ ദൈവത്തിന് വേണ്ടി നിൽക്കണമെങ്കിൽ ഒരു ആത്മീക വളർച്ച നമുക്ക് ആവശ്യമാണ്. ଯଦି ଆମମାନେ ପ୍ରଭୁଙ୍କ ପାଇଁ ଛିଡ଼ା ହେବାର ମତେ ଆମମାନଙ୍କର ଜୀବନରେ ଗୋଟେ ଆତ୍ମିକ ଉଦ୍ଦୀପନ ଆତ୍ମିକ ବଢିବାର ଗୋଟେ ଆବଶ୍ୟକମାନଙ୍କ ଜୀବନରେ ଦରକାର നമ്മൾ ഏതെങ്കിലും ഒരു പൊസിഷനിൽ ഇരുന്നാൽ അതൊന്ന് മാറാൻ നമുക്ക് ബുദ്ധിമുട്ടാണ്. ଆମେ କୌଣସି ଗୋଟେ ପୋଜିସନ ଯଦି ମିଳେ അല്ലേ? ଆମକୁ ସେଥିରୁ ବୁଲେଇବାକୁ ବହୁତ କଷ୍ଟ ଲାଗେ ഞങ്ങളുടെ ഭാഷ പറഞ്ഞാൽ ഒരു സൂപ്പർവൈസറോ ഒരു ചാർജറിനോ ഇല്ലെന്നുണ്ടെങ്കിൽ പ്രൈസറോ ഒരു എഞ്ചിനീയറോ ഇങ്ങനെയുള്ള ഒരു സ്ഥാനം വഹിക്കുമ്പോൾ അതിനെ ഒന്ന് മാറ്റാൻ ആരും സമ്മതിക്കത്തില്ല. ଆମେ ଯଦି ଏ ଜାଣତୀୟ ଭାବରେ ମାନେ ଚିନ୍ତା କରୁ କୌଣସି ସୁପରଭାଇଜର ହେଇକିରି ନହେଲେ କୌଣସି କମ୍ପାନୀର ଗୋଟେ ଇଞ୍ଜିନିୟର ହେଇକିରି କୌଣସି ଭଲ ପୋଜିସନରେ ଆମେ ଥିଲେ ସେ ଜାଗାରୁ ଆମକୁ ଓହ୍ଲେଇବାକୁ ଟିକେ କଷ୍ଟ ଲାଗିବ ഏലിയാവിനെ അറിയാത്തത് കൊണ്ടാണ് ഏലിയാവിനെ സ്വർഗ്ഗത്തിലെ ദൈവം ഇപ്രകാരം കൊണ്ടുവന്ന് തന്നെ ബലപ്പെടുത്തിയിട്ട് പറഞ്ഞു, അടുത്ത രാജാവ് ഈ രാജ്യത്തിന്റെ രാജാവ് ഇന്നാരാണ്. आमेन हालेलुया एडा जानिबा परमेश्वर एलियाको कहिले हालेलुया तुमे शक्ति प्राप्त हो हालेलुया नेक्स्ट ये देशर राजा ये व्यक्ति है बोली एलियाको परमेश्वर कहिले ആ ബലം ഏലിയാവിന് കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഏലിയാവിനെ ചില പ്രോസസ്സിംഗ് കൂടെ ദൈവം കടത്തിക്കൊണ്ട് പോകണം. आमेन ये सब किछि करिबानि मध्ये गुटे शक्ति दरकार से शक्ति पाई एलियाको परमेश्वर किछि हालेलुया रास्ता रे परमेश्वर बोली नेले विश्वास रे दृढ़ कले कृपारे सहारे कोई आनंद देखिबाकु पाए അതിനാൽ ഏലിയാവിന്റെ ചെവിയിലേക്ക് വന്ന വാർത്ത നാളെ ഈ നേരത്താകുന്നതിന് മുമ്പ് നിന്റെ ജീവനെ എടുക്കുമെന്നുള്ള വാർത്ത. आमेन तापरे एकी प्रकार तार कण गुटे बात सुनिले काली एत बेले तुमर मस्तक काट हबो बोली गुटे बात से सुनी അങ്ങനെ ഇടനിന്നിരുന്ന ഏലിയാവിന്റെ അടുക്കലേക്ക് സ്വർഗ്ഗത്തിലെ ദൈവം ഇറങ്ങി വന്നു. आमेन सत बेले ए प्रकार भयभीत अवस्था रे बसितिबा एलिया को पाखको स्वर्गीय परमेश्वर ने आसले ഒരുപക്ഷേ നിങ്ങൾക്ക് ഭീഷണിയുണ്ടെങ്കിലും ആ ഭീഷണിയെ വകവെക്കാതെ ദൈവത്തിന് വേണ്ടി നിന്ന് നിങ്ങളെ ബലപ്പെടുത്തുന്ന ഒരു ദൈവമുണ്ട്. ആ സ്വർഗ്ഗത്തിലെ ദൈവം ഇവിടെ ഇറങ്ങി വന്നു. सेकी प्रकार मोर प्रिय हालेलुया प्रभु करे दास माने एकी प्रकार समस्या कष्ट प्रतिकूल परिस्थिति मध्ये आपण माने मध्य केते करथिबे आपण माने हालेलुया विचलित होतुने परमेश्वर तुमको चरणको सुरक्षा करिवे हालेलुया प्रेज द लॉर्ड ഏലിയാവിന് പ്രവാചകൻ एलिया उठा बहुत बड़ा भविष्यवाणी
ശ്രദ്ധിക്കണം. આપણો ધ્યાન થયો ബലപ്പെടുത്തി കഴിഞ്ഞപ്പോൾ ആദ്യം ഏലിയാവിനോട് ദൈവം പറയുന്നത് നിനക്ക് പകരക്കാരനെ വെക്കണം. આમે ଯେତେବେଳେ ପରମେଶ୍ୱର ଏଲିୟାକୁ ଶକ୍ତି ଦେଲା ପରେ ଏଲିୟାକୁ କହୁଛନ୍ତି അങ്ങനെയെങ്കിൽ ആ ദൂത് നമ്മളോടാ, ଆମେ ତୁମ ପଛରେ ଆଉ ଜଣଙ୍କୁ ଠିଆ କରେ ദൈവദാസന്മാരോടാ. ସେ ପାଣି ପ୍ରଭୁଙ୍କର ଦାସମାନଙ୍କ ପାଇଁ ഹല്ലേലൂയ. ହାଲେଲୁୟା പക്ഷേ നമുക്ക് നമ്മുടെ സ്ഥാനം ഒന്ന് മാറ്റി വെക്കാൻ ബുദ്ധിമുട്ടുണ്ട്. କାଳେ ଆମମାନଙ୍କର ଏବେ ପୋଜିସନ ଆମେ ଟିକେ ଆମେ ଛାଡ଼ିବା ପାଇଁ ଆମକୁ କଷ୍ଟ ଲାଗିବ ഇല്ലേ, ശരിയല്ലേ? ଠିକ ଅଛି ନା നാളെ മുതൽ ഞാൻ പറയാം, ഞാൻ ഈ കസേരയിൽ ഇരിക്കുന്നെന്ന് പറഞ്ഞാൽ are you okay? ମାନେ ଏବେ ଆମେ ବସିବା ଜାଗାରେ ଆଉ ଜଣ ବସିବି ବୋଲି କହିଲେ ଆମେ ଆସାନସେ ମାନିବ നമ്മളാരും സമ്മതിക്കൂ? ମାନିବ നമുക്ക് കിട്ടിയ ഒരു പൊസിഷൻ ചെറിയ പൊസിഷനാണ്. ଆମକୁ ପ୍ରଭୁ ଦେଇଥିବା ପୋଜିସନ କଣ ଛୋଟ ପୋଜିସନ എന്തോ പെന്തക്കോസ്ത് ചർച്ചിലെ ଆମେ അതിന്റെ പാസ്സായിട്ടിരിക്കാൻ ഒരു പൊസിഷനായിരുന്നു. ମାନେ ପେന്തକୋସ୍ତ ଚର୍ଚ୍ଚର ବାଳକ ସ୍ୱରୂପ House of prayer. ହାଉସ ଅଫ ପ୍ରେୟର ବାଳକ ସ୍ୱରୂପ ଏଠି ରହିବା ଗୋଟେ ଛୋଟ ବିଷୟ କି ഒന്ന് ചിന്തിച്ച് നാളെ ഒരാൾ വന്നിട്ട് പറയാ എനിക്ക് പാസ്സാകണം, പാസ് മാറി തരണമെന്ന് പറഞ്ഞാൽ നമ്മുടെ മനോഭാവം എങ്ങനെയാണ്? ଯଦି କାଲି ଜଣେ ଆସିକି କହିବେ ଭାଇ ମୁଁ ଆଜିଠାରୁ ଏଠି ବାଳକ ହେବି ବୋଲି କହିଲେ ଆମର ମନୋଭାବ କଣ ଥିବେ ഏലിയാ പാസ്സാണ്. ଏଲିୟା ବି ପାସ୍ ଅଛନ୍ତି ഏലിയാ പ്രവാചകനാണ്. ଏଲିୟା ଗୋଟେ ଭବିଷ୍ୟତକର୍ତ୍ତା ഏലിയാവിന് സ്വർഗ്ഗത്തിലെ ദൈവം പറയുന്നത് നിനക്ക് പകരക്കാരനെ വെക്കണമെന്നാണ്. ଆମେ ଏଠି ଏଲିୟାକୁ ପରମେଶ୍ୱର କହୁଛନ୍ତି ହାଲେଲୁୟା ତୁମ ପରେ ଆଉ ଜଣଙ୍କୁ ଦରକାର ସେ ବ୍ୟକ୍ତିକୁ ତାର ଅର୍ଥ ଏଲିୟାର ସେବା କରାଯିବ ପ୍ରେଜ୍ ଦ ചൂഴിച്ചെടിയുടെ നടുവിൽ കിടന്ന് ഉറങ്ങിയവനാ. ସେ ଆଗର ମାନେ ଗଛ ତଳେ ଶୋଇଥିବା ବ୍ୟକ୍ତି പകലിൽ എന്തൊക്കെയോ ദൈവം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ଆମେ ହାଲେଲୁୟା ପରମେଶ୍ୱର ଏଲିୟାଙ୍କ ଦ୍ୱାରା କଣ ଗୋଟେ କାର୍ଯ୍ୟ କରି ଆସିଛନ୍ତି സ്ഥാനത്തിന് പകരം വേറെ ഒരു സ്ഥാനം നമുക്ക് ദൈവം വെച്ചിട്ടുണ്ട്. ଆମେ ତୁମର ସ୍ଥାନକୁ ହାଲେଲୁୟା ଆଉ ଜଣେ ଆସିଲେ ଆଉ ଗୋଟେ ଜାଗା ପରମେଶ୍ୱର ତୁମ ପାଇଁ ପ୍ରସ୍ତୁତ କରିଛନ୍ତି ହାଲେଲୁୟା ହାଲେଲୁୟା ഇതിന്റെ അവനോട് പറയാം നിനക്ക് പകരക്കാരൻ. ଆମେ ତୁମ ସ୍ଥାନରେ ଆଉ ଜଣଙ୍କୁ ଠିଆ କରିବା ପାଇଁ ഇത് കേട്ടപ്പോൾ ଏଇଟା ଶୁଣିବା ମାତ୍ରେ ഏലിയാവിന് ഒരു കാര്യം മനസ്സിലായി. ଏଲିୟା ଗୋଟେ ବିଷୟ ଜାଣିଦେଲେ എന്റെ ചെവിയിൽ വന്ന വാർത്ത എന്റെ നല്ലതിനായിരുന്നു. ଆମେ ମୋର କାନରେ ପଡୁଥିବା ସେ ବାର୍ତ୍ତା ମୋ ପାଇଁ ଭଲ എന്താ വന്ന വാർത്ത? କଣ ଥିଲା ସେଇଟା 24 മണിക്കൂറിനിടയിൽ നിന്നെ എന്ത് ചെയ്യും? ଆମେ 26 ଘଣ୍ଟା ଭିତରେ ତୁମକୁ କଣ କରିବେ Praise the Lord. ହାଲେଲୁୟା ഏലിയാവിന്റെ അവസാനം എങ്ങനെയായിരുന്നു ദൈവജനമേ? ଆମେ ଏଲିୟାର ଶେଷ ଦିନ କେମିତି ଥିଲା ଆପଣମାନେ ଜାଣିଛନ୍ତି ഈ കാലിന്റെ ബലവും ഈ കണ്ണിന്റെ ബലവും എല്ലാം